അതിലോ കല ഒറിജിനലാ ഇവിടെ നിർത്തി നിനക്കത് പിള്ളേരെ ഒപ്പിച്ചെന്നത് അത് കണ്ടേ എനിക്ക് സെൻഡ് ചെയ്യണോട്ടാ. നീ സെൻഡ് ചെയ്തോടാ, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യണ്ട. സംഭവം സൂപ്പറായിട്ടാ. ഇത് ഇവിടെ നടന്ന് നിന്റെ കൂട്ടുകാർക്ക് കിട്ടണത്. വെള്ളപ്പുറത്ത് ഗോപാലിനോട് കളിക്കാനൊക്കെ പിള്ളേരെ അവിടുന്ന്
എന്നെ സഹായിക്കാൻ ആർക്കും സമയമില്ല. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. നിനക്ക് എന്റെ മോളെ ചീത്ത പറയാനല്ലാതെ വേറെ എന്തൊരു പണി ഇവിടെ ഉള്ളത്? അതിനൊന്നും നിനക്ക് സമയമില്ല. ഇത് ഗോപികെ എങ്ങനെ വരാനാ? അവൾക്ക് മേക്കപ്പ് ചെയ്യാനല്ലേ സമയമുള്ളൂ. അവളുടെ പ്രായതല്ലേ, അവള് മേക്കപ്പ് ചെയ്യട്ടെ. അവള് കോളേജിലേക്ക് പോകേണ്ട കുട്ടിയല്ലേ. അച്ഛാ, ഞാൻ ക്ലാസ്സിലേക്ക് പോണേ. ആ ശരി മോളെ, സൂക്ഷിച്ചു പോണേ. മകൾ ചീത്തയാൽ ആരും അച്ഛനൊന്നും പറയില്ല. അമ്മ ശരിക്കും വളർത്തിയില്ല എന്ന് എല്ലാവരും പറയുന്നു. എന്തടി കുറെ നേരമല്ലേ വർത്താൻ പറഞ്ഞു തുടങ്ങിയിട്ട്? മോളുടെ കാര്യമില്ലാതെ നിനക്കൊന്നും പറയല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ എന്റെ മോളാ. അവളെ ഞാൻ ഡോക്ടറാക്കും. അത് എന്റെ വലിയൊരു ആഗ്രഹ. ഈ വീട് വിറ്റിട്ടാണെങ്കിൽ പോലും ഞാനത് ചെയ്യും. ഞാൻ ജീവിക്കണത് തന്നെ അതിന് വേണ്ടിട്ടാ. അവൾ ഡോക്ടറാവും. നീ നോക്കിക്കോ. ഒരുപാട് നേരമായാലോ എന്നോട് ഞാൻ പറയണു. ഒന്നും മിണ്ടാതിരിക്കാൻ. എപ്പോഴും മോള് മോള് ഇതല്ലാണ്ടൊന്നും എനിക്ക് പറയല്ലേ? എന്നും ഇതന്നെ ഞാൻ കേട്ടോണ്ടിരിക്കുക. നിർത്തുന്നുണ്ടോ നീ? അരി തുറന്നല്ലേ പറഞ്ഞത്? ഞാൻ പോയിട്ട് പിന്നെ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നോളൂ. ആ മഹേഷോ, വരണം വരണം. ആ ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ? അങ്ങനെ പോണ സുഖമായിട്ട്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ എന്താ ഇനി ഭാവി പ്ലാനുകളൊക്കെ? ഇല്ല, ഇനി തിരിച്ചു പോകില്ലെന്ന് വെച്ചു. ആ തിരിച്ചു പോകണില്ലെന്ന് വെച്ചോ? ഇവിടെ നിന്ന് തൊട്ട തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് തെറ്റാവുള്ള പ്ലാനാണ്. ആ അതന്നെ മഹേഷ, അല്ലെങ്കിൽ നല്ലത്. സമ്പാദ്യം ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടും നമ്മുടെ വീടും ആക്കുള്ളൂ നല്ലത്. ഗോപാലന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു സെൽഫോണാ. വേണ്ടായിരുന്നു. ഇല്ല, എന്തായാലും ഇരിക്കട്ടെ ഗോപാലട്ടാ. ഇതൊന്നും നമുക്ക് ശീലിച്ചു പരിചയില്ല. അതെ ഗോപാലട്ട, ഞാൻ എന്തായാലും പോവാണ്. എനിക്കൊരു 2-3 ആൾക്കാരെ കാണാണ്ട്. ഞാൻ എന്തായാലും വരാം. ഇവിടെ ഉണ്ടാവും, കാണാം. അമ്മ ഒപ്പം നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. എന്നെന്തൊക്കെയാ ചീത്ത പറഞ്ഞോണ്ടിരുന്നു. എപ്പോഴും വേറൊരു ജോലിയില്ലാത്ത പോലെ. നീ ഒന്നും മിണ്ടാതിരിക്കണ. ഞാനിപ്പോ എന്ത് പറയണ? നിനക്കല്ലെങ്കിൽ എപ്പോഴും അമ്മയെ പറ്റി കുറ്റം പറയാനല്ലേ സമയമുള്ളൂ. ഞാനിത് ഒന്നും അല്ലെങ്കിൽ കേൾക്കാൻ തുടങ്ങിയല്ലോ. എപ്പോ നോക്കിയാലും അമ്മയും മോളും. നിനക്ക് എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ ഇപ്പൊ സമയമില്ലല്ലോ. അങ്ങനെ പറയരുത് കേട്ടോ. പിന്നെ ഞാനെന്താ പറയണ്ടത്? നിനക്ക് എപ്പോഴും തിരക്ക്. ഇന്ന് അതൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. ഇന്ന് എനിക്ക് വേണ്ടി അല്പസമയം മാറ്റി വെച്ചേ പറ്റൂ. അതൊക്കെ ഉണ്ട്, വാ പറയാം. എന്താന്ന് പറ. നീ ഇരിക്കേ. അതൊക്കെ ഒപ്പിച്ചു. ആണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതല്ലടാ, ഇന്നെന്താ പ്രശ്നം? എന്താണെന്നറിയില്ല. കുട്ടികളിക്ക് തുടങ്ങിയതാ. കൂടുതൽ അടുത്തുപോയി. മനസ്സിലെന്തോ അവൾ എന്നിൽ അത്രയും വിശ്വാസം അർപ്പിച്ചോണ്ടല്ലേ ഇപ്പൊ മനസ്സിൽ എവിടെയോ ഒരു ഇഷ്ടം. പക്ഷെ അത് പ്രേമമാണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഇപ്പൊ എന്താണെന്നറിയില്ല, അവളെ മറക്കാനായിട്ട് കഴിയുന്നില്ല. അതൊക്കെ പറ്റൂടാ. എന്നാ ശരി, നീ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം. പോവാണോ? പോവാ. തിരക്കുണ്ട്, അതുകൊണ്ടാ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ശരി ശരി.
ഹലോ മഹേഷ്, റിസൾട്ട് വന്നില്ലടാ? റിസൾട്ട് വന്നു ഗോപാലട്ടാ. ഗോപാലന്റെ ദൂരം വരാമോ? എന്താടാ, എന്റെ മോള് വിജയിച്ചില്ലേ? ഇല്ല, ഇതുവരെ വന്നിട്ട് പറയാം. നീ എന്തായാലും പറ, മോള് ജയിച്ചില്ലേ? ഇല്ല, ഗോപാലന്റെ ദൂരം വരും, അപ്പൊ പറയാം. ഞാനിപ്പോ വരാം. എന്താ മഹേഷ് നീ വരാൻ പറഞ്ഞത്? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്തായാലും നീ പറ. എന്റെ മോള് നല്ല മാർക്ക് ജയിച്ചിട്ടുണ്ടല്ലോടാ, പിന്നെ നിനക്ക് വേറെ കാര്യം പറയാനുള്ള? അതല്ല ഗോപാലട്ടാ, ഇന്നലെ കഫേയിൽ വന്ന പിള്ളേരെ പറഞ്ഞത്. നീ കാര്യം പറ. ഗോപിയും ഒരു പയ്യനും കൂടിയുള്ള വീഡിയോ. ആര് പറഞ്ഞോ നീ പറയണേ? പിള്ളേരെ പറഞ്ഞു. എന്റെ മോളുടെയോ? മഹേഷ് ഗോപാലട്ടാ, ടെക്നിക്കല്ല ഗോപാലട്ടാ. എന്റെ മോളങ്ങനെ ചെയ്യോ? ഇല്ല, ടെക്നിക്കല്ല ഗോപാലട്ടാ. വീട്ടിൽ പോയിട്ട് പറഞ്ഞാകെ പ്രശ്നം ഉണ്ടാക്കണ്ട. മഹേഷ്, എന്റെ മോള് കുഴപ്പമില്ല, എന്റെ മോള് പോട്ടെ. ഗോപിയെ, എടി ഗോപിയെ, എടി ഗോപിയെ, എടി വാല് തുറക്കടി. എടി ഗോപിയെ, എന്നോടാ ഞാൻ പറഞ്ഞ വാല് തുറക്കാൻ. ഗോപിയെ, എന്റെ മോളെ, മോളെ ഗോപിയെ, ോടി മോളെ, സത്യം നടത്തില്ലല്ലോ മോളെ. അച്ഛന്റെ എല്ലാ പ്രതീക്ഷയും മോളെ ചെയ്തല്ലോടി. മോളെ, എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, മോളിത്ര വലുതായ അച്ഛൻ അറിഞ്ഞില്ല. ഞാനിതെങ്ങനെ സഹിക്കും മോളെ? ഗോപിയെ,